ആര്യാമ്പ എന്ന അമ്മയും ശങ്കരാചാര്യർ എന്ന മകനും. നാളെ പുലർച്ചെ ശങ്കരൻ പോവുകയാണ്. അവന്റെ മുറിയില് ഇപ്പോഴും വെളിച്ചമുണ്ട്. ഏകയായ സ്വന്തം മാതാവിനെ ഉപേക്ഷിച്ചു സന്യാസത്തിന്റെ പടവുകൾ കയറാൻ നാട് വിട്ടുപോകുന്നതിന്റെ തലേ ദിവസവും ഓലകളുടെ നടുവിലാണോ 8 വയസ്സുകാരനായ തന്റെ മകൻ? അതോ ഓർമ്മകളുടെ ഗ്രന്ഥപുരിയിലോ? ആര്യാമ്പ ജനാല തുറന്നു. സാഗരം പോലെ നീണ്ടുകിടക്കുന്ന പാടശേഖരങ്ങൾ. ദൂരെ തുരുത്ത് പോലെ ചെറുവെളിച്ചങ്ങളുമായി കാലടി ഗ്രാമം. നെൽവയലുകളുടെ മീതെ ചെറുനീല നക്ഷത്രങ്ങൾ പോലെ മിന്നാമിന്നികൾ പാറി നടക്കുന്നു. കുഞ്ഞു ശങ്കരനെ തോളിൽ ഇട്ടുകൊണ്ട് ഭർത്താവു ശിവഗുരു. നെൽക്കതിരുകളുടെ മുകളിൽ ഒളിച്ചിരിക്കുന്ന മിന്നാമിന്നികളെ പറത്തി രസിപ്പിച്ചിരുന്നത് ആര്യാമ്പ ഓർമ്മിച്ചു. ഏറെ നാൾ വടക്കുംനാഥന് മുന്നിൽ പ്രാർത്ഥിച്ചാണ് തങ്ങൾക്ക് ഒരു മകൻ പിറന്നത്. ശങ്കരന് 2 വയസ്സുള്ളപ്പോൾ ശിവഗുരു മരിച്ചു. മരിക്കുന്നതിനു മുൻപ് പറഞ്ഞു, അന്ന് 48 ദിവസം നോയമ്പു നോട്ടിന്റെ അവസാന നാൾ ദക്ഷിണാമൂർത്തിയെ സ്വപ്നത്തിൽ ദർശിച്ച കാര്യം. അസാമാന്യ പ്രതിഭാശാലിയായ ഒരു മകൻ, ചുരുങ്ങിയ ആയുസ്സിനുള്ളിൽ അവന് ചെയ്തു തീർക്കേണ്ട ഒരു വലിയ ദൗത്യം. വേദങ്ങളുടെ വീണ്ടെടുപ്പ്. ആ വാക്കുകൾ സത്യമാവുകയാണോ? ഉള്ളിൽ ഒരു സങ്കടത്തിര ഉയരുന്നു. ശങ്കര പോകല്ലേ, അമ്മയെ തനിച്ചാക്കല്ലേ. എത്ര പ്രാവശ്യം അവനു മുന്നിൽ കരഞ്ഞു പറഞ്ഞു. അവനും കരഞ്ഞു. ഓർമ്മകൾ മിന്നാമിന്നികളെപ്പോലെ മറയുന്നു. അവനെ വയറ്റിൽ ചുമന്നു നടന്ന നാളുകൾ. മച്ചി എന്ന് വിളിച്ച ഭർത്താവിന്റെ ബന്ധുക്കളുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു താൻ നിന്നു. അവനെ പാലൂട്ടി ഉറക്കി. താരാട്ട് പാട്ടുകളായി ലക്ഷ്മിസ്തുതികൾ ചൊല്ലിക്കൊടുത്തത്. അവന്റെ കുഞ്ഞു കൈ പിടിച്ചു. പാടവരമ്പിലൂടെ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് നടന്നുപോയത്. ഗ്രന്ഥപുരയിലെ ഓലക്കെട്ടുകൾ ഓരോന്നായി അവന് പഠിച്ചെടുക്കുന്നത്. ഒടുവിൽ കഴിഞ്ഞ വർഷം അവന്റെ ഉപനയനം നടത്തിയത്. എന്തൊരു തേജസ്സാണ് അവന്റെ മുഖത്ത്. കാണുന്നവർ പറയുന്നതു കേൾക്കുമ്പോൾ അവനെ ചേർത്ത് പിടിക്കും. നഷ്ടപ്പെടാൻ പോകുന്ന ഒരു രത്നമാണ് തന്റെ മകൻ എന്ന് ആരോ പറയും പോലെ. അവനെ ആർക്കും വിട്ടുകൊടുക്കാൻ മനസ്സില്ലായിരുന്നു. ഏതൊരു അമ്മക്കാണ് അതിന് മനസ്സുണ്ടാകുക? പുലർച്ചെ അമ്പലത്തിൽ പോയതിനുശേഷം ശങ്കരൻ ഭിക്ഷയ്ക്ക് പോകും. സന്യാസമാണ് തന്റെ വഴി എന്നവൻ തീരുമാനിച്ചതുപോലെ. ആരുമില്ലാത്ത വിധവയായ ജ്ഞാനാമ്പാളിന്റെ വീട്ടിൽ അവൻ ഭിക്ഷയ്ക്കു ചെന്നതും ദരിദ്രയായ അവർ ഒരു നെല്ലിക്ക മാത്രം കൊടുത്തുവെന്നും അപ്പോൾ അവൻ ലക്ഷ്മിസ്തുതി ചൊല്ലിയെന്നും ഇല്ലമാതെ കനക നെല്ലിക്കകള് പൊഴിഞ്ഞുവെന്നും അമ്പലത്തിലെ പൂജാരി ഗോവിന്ദൻ നമ്പൂതിരി പറഞ്ഞറിഞ്ഞു. കനകധാര എന്ന ലക്ഷ്മിസ്തുതി തന്റെ മകൻ ചൊല്ലുന്നത് കേട്ട് ദേവി ഇറങ്ങിവന്നു കാണണം. അമ്മയും മകനും അതെക്കുറിച്ച് പരസ്പരം സംസാരിച്ചില്ല. സംസാരം ഒടുവിൽ സന്യാസം എന്ന അവന്റെ ആഗ്രഹത്തിൽ ചെന്നെത്തി നിൽക്കും എന്നറിയാവുന്നതുകൊണ്ട്. താൻ ഒരിക്കലും അവൻ സന്യസിക്കാൻ പോകാൻ സമ്മതിക്കയില്ല എന്ന് ശങ്കരന് അറിയാമായിരുന്നു. ഒടുവിൽ ഇന്നലെ കുളിക്കാനായി ആറ്റിലേക്ക് പോകുന്ന വഴി താൻ അവനോട് പറഞ്ഞു. അവന്റെ കല്യാണം, അതാണ് ഇനി തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. അവൻ ഒന്നും പറഞ്ഞില്ല. അവന്റെ നിശബ്ദതയുടെ കാരണം തനിക്കറിയാമായിരുന്നു. അലക്കുന്നതിനിടയിൽ അവന്റെ നിലവിളി കേട്ടാണ് തല ഉയർത്തി നോക്കിയത്. വെള്ളത്തിനു നടുവിൽ പിടക്കുന്ന തന്റെ മകൻ. മുതലയുടെ ശല്യം ഉള്ളതുകൊണ്ട് ദൂരേക്ക് നീന്താൻ പോകരുതെന്ന് അവനോട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും എന്തിനു അവൻ അനുസരണക്കേട് കാട്ടി? കാലിൽ പീ ഇട്ടി മുറുക്കിയിരിക്കുകയാണ് മുതല. ആര്യാമ്പ ചങ്ക പൊട്ടി നിലവിളിച്ചു. ശങ്കര, മകനേ, അമ്മേ, ഞാനിപ്പോൾ മരിക്കും. മരിക്കുന്നതിനു മുൻപ് ഞാൻ ഒരു സന്യാസിയായി മരിക്കട്ടെ. ആപത് സന്യാസം സ്വീകരിച്ച് ഞാൻ മരിക്കട്ടെ. എന്നെ അനുവദിക്കൂ. ചിന്തിക്കാൻ നേരമില്ലായിരുന്നു. അങ്ങനെയാകട്ടെ എന്ന് താൻ പറഞ്ഞതും മുതല പിടിവിട്ട് മറഞ്ഞതും ഒരുമിച്ചായിരുന്നു. വേദപ്പൊരുളായ ദക്ഷിണാമൂർത്തി അവിടുന്നാണോ എന്റെ മകന് കൊണ്ടുപോകാൻ മുതലയായി വന്നത്? ബന്ധങ്ങളുടെ ജീവിത സാഗരത്തിൽ അവനെ പീയിട്ടി വിടാതെ പിടിച്ചിരിക്കുന്ന മുതല അവന്റെ അമ്മയാണെന്ന് അവിടുന്നറിഞ്ഞുവോ? തിരികെ കരയിലേക്ക് നീന്തിവന്നു കയറിയ മകന്റെ മുഖത്ത് ഒരു തേജസ് വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. ഒരു സന്യാസിയുടെ തേജസ്. അപ്പോൾ പൊട്ടിക്കരഞ്ഞത് സന്തോഷം കൊണ്ടാണോ ദുഃഖം കൊണ്ടാണോ? തന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു അവൻ കരഞ്ഞു. താനും. ശങ്കര, മകനെ, നീ പോയാൽ ഞാൻ തനിച്ചാവും. പോകരുതേ. ഞാൻ മരിക്കുന്ന നേരത്ത് എന്റെ കൂടെയിരിക്കാൻ, എന്റെ ശേഷക്രിയകൾ ചെയ്യാൻ എനിക്ക് വേറെ ആരുണ്ട്? അമ്മയെ വിട്ടുപോകുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണോ? ചങ്ക് പൊടിയുന്നത് പോലെ എനിക്ക് തോന്നുന്നു.
ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹത്താൽ അമ്മ എപ്പോൾ നനച്ചാലും ഞാൻ അമ്മയുടെ അരികിലെത്തും അമ്മേ. തന്റെ കാൽ ചുവട്ടിൽ കെട്ടിപ്പിടിച്ചു മുഖത്തേക്ക് നോക്കി ശങ്കരൻ പറഞ്ഞു. യോഗവിദ്യയുടെ തേജസ് നിറഞ്ഞ അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അപ്പോൾ തീരുമാനിച്ചതാണ്, ഇനി കരയില്ല. സന്തോഷത്തോടെ താൻ അവനെ യാത്രയാക്കും. കോഴി കൂവുന്നു. അവനു പോകാൻ നേരമായിരിക്കുന്നു. പൂജാമുറിയിൽ നിന്ന് പുറത്തു വന്ന ശങ്കരൻ അമ്മയുടെ കാലിൽ വീണു നമസ്കരിച്ചു. ആര്യാമ്പ അവനെ എഴുന്നേൽപ്പിച്ചു. പുറത്തു ഇരുട്ട് മാറിയിട്ടില്ല. കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഇര തേടി കൂട് വിട്ടു ദൂരേക്ക് പറക്കാൻ ഒരുങ്ങുന്ന കിളികളുടെ ചെറു ശബ്ദങ്ങൾ. ആര്യാമ്പ പാനീസ് വിളക്ക് ഉയർത്തിപ്പിടിച്ചു. ഈ ഇരുട്ടിൽ അവനു അല്പം വെളിച്ചം കൂടി കിട്ടട്ടെ. ശ്രദ്ധിച്ചു പോകണേ മകനെ ശങ്കര. എന്നും അവൻ പുലർച്ചെ പോകുമ്പോൾ പറയുന്നതുപോലെ ഇപ്രാവശ്യവും അവർ പറഞ്ഞു. മുറ്റത്തുനിന്ന് നടകൾ ഇറങ്ങി ശങ്കരൻ നടന്നു തുടങ്ങി. തിരിഞ്ഞു നോക്കാതെ നേർത്ത ഇരുട്ടിൽ പാതയുടെ അറ്റത്ത് ഒരു പൊട്ടുപോലെ മകൻ തന്റെ ജീവിതത്തിൽ നിന്ന് മറയുന്നത്. ആര്യാമ്പ നോക്കിനിന്നു. ഇനിയെന്നാണ് അവനെ കാണുക? തിരിഞ്ഞു നോക്കാതെ നടന്ന ശങ്കരൻ ഇല്ലം വിട്ടുദൂരെ ആയപ്പോൾ ഒരു നിമിഷം നിന്നു. പിന്നെ ഏങ്ങലടിച്ചു കരഞ്ഞു. അമ്മേ, മാപ്പ്. കൊടിയ പട്ടിണിയിൽ, ഏകാന്തതയിൽ തന്റെ അമ്മയെ ഉപേക്ഷിച്ചു താൻ പോവുകയാണ്. പൊരുൾ തേടാൻ, ഉള്ളിൽ ഉറങ്ങുന്ന ശ്വാസം പ്രപഞ്ചസൃഷ്ടാവിന്റെ തന്നെയാണെന്ന സത്യം തെളിയിക്കാൻ, അത് ലോകത്തെ അറിയിക്കാൻ. എന്നായിരിക്കും താൻ ഇനി വരുക? അതോ ഇനി തിരിച്ചുവരികയില്ലേ? ഓർമ്മപ്പെടുത്തൽ പോലെ ശംഖുനാദം കേൾക്കുന്നു. ദക്ഷിണാമൂർത്തിയുടെ ക്ഷേത്രനട തുറന്നിരിക്കുന്നു. ലോകബന്ധങ്ങൾ ഉപേക്ഷിച്ചു തന്റെ ദൗത്യം സ്വീകരിക്കാൻ അവിടുന്ന് പറയുന്നത് പോലെ. ശങ്കരൻ ക്ഷേത്രദിശ നോക്കി തൊഴുതു. യാത്ര തുടർന്നു. അതൊരു യാത്ര തന്നെയായിരുന്നു. ഭാരത ദിഗ്വിജയം. ദിനങ്ങൾ അതിവേഗം വർഷങ്ങളായി. ആര്യാമ്പ എന്നും അവനെക്കാത്ത ഉമ്മറപ്പടിയിൽ പാതയുടെ അറ്റത്തേക്ക് നോക്കിയിരിക്കും. പാടവരമ്പിലൂടെ ഒറ്റക്ക് നടക്കുമ്പോൾ, രോഗദുരിതത്തിലും പട്ടിണിയിലും വേദന അനുഭവിക്കുമ്പോൾ, ചുവന്ന വെളിച്ചത്തിൽ ഓരോ സന്ധ്യയും മുങ്ങിമറയുമ്പോൾ. നീണ്ടു നേർത്ത ചുവന്നവര പോലെയുള്ള ചക്രവാളത്തിലൂടെ കിളികൾ കൂട്ടിലേക്ക് തിരികെ പറക്കുന്നത് കാണുമ്പോൾ ഒക്കെ അവർ മകനെക്കുറിച്ച് ഓർമ്മിച്ചു. അവനെ കാണുവാനുള്ള തീവ്രമായ അഭിലാഷം പൊന്തിവരുന്നത്. അവർ കണ്ണുനീർ കൊണ്ട് മൂടിവെച്ചു. ഇല്ല, അവന്റെ ദൗത്യം അവൻ പൂർത്തിയാക്കട്ടെ. ഈ അമ്മ അതിനൊരു തടസ്സമാവാൻ പാടില്ല. ഒരു മുതലയെപ്പോലെ ഇനി അവനെ പിന്നോട്ട് വലിക്കാൻ പാടില്ല. 8 വർഷത്തെ അവന്റെ ഓർമ്മകൾ മതി തനിക്ക്. മകനെക്കുറിച്ചുള്ള വാർത്തകൾ അവരുടെ ചെവിയിലെത്തുന്നുണ്ടായിരുന്നു. ശങ്കരൻ ദക്ഷിണാമൂർത്തിയുടെ അവതാരം തന്നെയാണ് എന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. അദ്വൈത സിദ്ധാന്തം ഭാരതം കീഴടക്കിയിരിക്കുന്നു. എത്രയോ ശ്ലോകങ്ങളാണ് അദ്ദേഹം ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ എഴുതിക്കൂട്ടിയിരിക്കുന്നത്. എല്ലാം അമ്മയുടെ ഭാഗ്യം. ഒരിക്കൽ വടക്കുംനാഥ ക്ഷേത്രത്തിൽ തൊഴാൻ ചെന്നപ്പോൾ സഞ്ചാരിയായ ഒരു ഭിക്ഷു പറഞ്ഞു. അത് കേട്ടപ്പോൾ അഭിമാനം കൊണ്ട് ആര്യാമ്പയുടെ കണ്ണ് നിറഞ്ഞു. 20 വർഷങ്ങൾ. എത്ര പെട്ടെന്നാണ് സമയം കഴിഞ്ഞു പോകുന്നത്. കാലം ആര്യമ്പയെ രോഗിയാക്കി. തുറന്നുകിടന്ന മുറിയുടെ വാതിലിലൂടെ പുറത്തെ സന്ധ്യയിലേക്ക് ആര്യാമ്പ നോക്കിക്കിടന്നു. ഇനി വയ്യ. അവസാന നിമിഷങ്ങളിൽ താൻ എത്തിയിരിക്കുന്നു. കണ്ണിലൂടെ മരണവേദന ചാലിട്ടൊഴുകി. ശങ്കര, മകനെ, മകനെ കാണാൻ. ആ നെഞ്ചുവെന്തു. ശൃംഗേരിയിലെ മഠത്തിൽ പൂജ കഴിഞ്ഞു. ശങ്കരൻ എഴുന്നേൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഉള്ളിൽ ആ വിളി മുഴങ്ങുന്നത്. ശങ്കര, മകനെ, അമ്മ. ഒരു നിമിഷം 20 വർഷം മുൻപത്തെ പുലരിയിൽ തന്നെ യാത്രയാക്കി ഇല്ലത്തിന്റെ ഉമ്മറത്ത് നോക്കി നിന്ന ആ രൂപം ഉള്ളിൽ തെളിയുന്നു. എന്നും തനിച്ചാവുമ്പോൾ ഉള്ളിൽ തെളിയുന്ന രൂപം. ആഹാരം കഴിക്കുമ്പോൾ ഓർക്കും. അമ്മ എങ്ങനെയാണു കഴിയുന്നത്? അമ്മക്ക് അസുഖം വരാറുണ്ടോ? അമ്മ തനിച്ചിരുന്നു കരയുന്നതു എത്ര പ്രാവശ്യം സ്വപ്നം കണ്ടിരിക്കുന്നു. എല്ലാം ഇട്ടെറിഞ്ഞു തിരികെ പോകാൻ പല പ്രാവശ്യം തുടങ്ങിയതാണ്. പക്ഷേ ആദ്യമായാണ് അമ്മ തന്നെ വിളിക്കുന്നത്. കൊല്ലങ്ങൾക്കു ശേഷം ദക്ഷിണാമൂർത്തി എന്നെ അമ്മയുടെ അരികിൽ എത്തിച്ചാലും. അമ്മേ. ആര്യാമ്പ കണ്ണുകൾ ഉയർത്തി. വാതിൽക്കൽ ഒരു തേജസ്വിയായ യുവാവ് നിൽക്കുന്നു. ശങ്കരൻ. 20 വർഷം മുൻപത്തെ കൊച്ചു ബാലനല്ല. ആചാര്യനായി മാറിയ തന്റെ മകൻ. മരണസമയത്ത് തന്റെ അരികിൽ എത്താം എന്ന വാക്ക് അവൻ പാലിച്ചിരിക്കുന്നു. കണ്ണുനീരിലൂടെ ശങ്കരൻ അമ്മയെ വീണ്ടും കണ്ടു. 20 വർഷം മുൻപത്തെ ആരോഗ്യവതിയായ അമ്മയല്ല, മെലിഞ്ഞു ശോഷിച്ച ഒരു വൃദ്ധരൂപം. ശങ്കരൻ അമ്മയുടെ കട്ടിലിനരികിൽ മുട്ട് കുത്തി ചുളിവുകൾ വീണ ആ കൈകൾ നെഞ്ചോട് ചേർത്തു.
ശങ്കര, മകനെ, ആര്യാമ്പ വിളിച്ചു. മാപ്പ് തരൂ എന്ന് ഒരു കടൽ ശങ്കരന്റെ ഉള്ളിൽ നിലവിളിച്ചു. അമ്മേ, അമ്മ 9 മാസം എന്നെ അമ്മയുടെ ഉദരത്തിൽ വഹിച്ചു. ആ സമയം ഞാനമ്മയുടെ വയറ്റിൽ ചവിട്ടിയിരുന്നോ, അമ്മേ? ശിശുവായിരുന്നപ്പോൾ എന്റെ മലമൂത്രങ്ങൾ അമ്മയുടെ ശയ്യായി മാറ്റിയിരുന്നോ, അമ്മേ? അതിനു പകരം ഞാൻ അമ്മക്ക് എന്താണ് തന്നത്? എന്നെ ഗുരുകുലത്തിലേക്കയച്ചു പഠിപ്പിച്ചു, എന്നെ ലാളിച്ചു, എനിക്ക് ആഹാരം തന്നു. ഞാൻ കരഞ്ഞപ്പോൾ എന്റെ ഒപ്പം കരഞ്ഞു, ചിരിച്ചപ്പോൾ എന്റെ ഒപ്പം കളിച്ചു, എന്റെ കൂട്ടുകാരിയായി. രോഗം വന്നപ്പോൾ ഉറക്കമിളച്ചു എന്നെ പരിചരിച്ചു. അതിനു പകരം ഞാൻ എന്താണ് അമ്മക്ക് തന്നത്? ഒടുവിൽ കൊടിയ വേദനയിൽ എന്നെ സന്യാസത്തിനു അയച്ചു. സർവ്വ ദൈവങ്ങളെയും വിളിച്ചു. അമ്മ എനിക്ക് വേണ്ടി കരഞ്ഞു. ഞാൻ പോയി. വർഷങ്ങൾ അമ്മയെ തനിച്ചാക്കി. ഒടുവിൽ അമ്മക്ക് മരണനേരം ഒരു തുള്ളി വെള്ളം തരാൻ, കാതിൽ രാമനാമം ഓതാൻ, മരണയാത്രയിൽ അമ്മക്കു കൂട്ടിരിക്കാൻ വൈകിയാണെങ്കിലും ഞാൻ എത്തിയിരിക്കുന്നു. ഞാൻ മാപ്പ് അർഹിക്കുന്നില്ല. ശങ്കരൻ വിമ്മി കരഞ്ഞുകൊണ്ട് അമ്മയുടെ പാദങ്ങളിൽ ചുംബിച്ചു. നീ വാക്ക് പാലിച്ചുവല്ലോ, അത് മതി. ശങ്കര, എനിക്ക് നീ ഒരു ശ്ലോകം ചൊല്ലിത്തരൂ. അത് കേട്ട് ഞാൻ പോകട്ടെ. ആര്യാമ്പ മകന്റെ ശിരസ്സിൽ തടവിക്കൊണ്ട് പറഞ്ഞു. അമ്മയെ യാത്രയാക്കാൻ സമയമായിരിക്കുന്നു. തന്റെ ജീവിതം കൊണ്ട് ഒരിക്കലും കടം വീട്ടാൻ കഴിയാത്ത അമ്മയ്ക്ക് വേണ്ടി ശങ്കരൻ ഉള്ളു നൊന്തു ശ്രീ മഹാവിഷ്ണുവിനെ സ്മരിച്ചു. മോക്ഷപ്രാപ്തിക്ക് വേണ്ടി മുറിയിൽ ഒരു അലൗകിക പ്രഭ നിറഞ്ഞു. ആര്യാമ്പയുടെ ശിരസ്സിനു മുകളിൽ കൈകളിൽ ഗദയും ചക്രവും ധരിച്ചു മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. വിശ്വരൂപം ദർശിച്ചുകൊണ്ട് അമ്മക്ക് വേണ്ടി അമ്മയുടെ മുന്നിൽ കൈകൾ കൂപ്പി ശങ്കരൻ ആ ശ്ലോകം ചൊല്ലി. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു. നമസ്തേ നമസ്തേ ഗദാചക്രപാണേ. നമസ്തേ നമസ്തേ പ്രപനാർത്തിഹാരിൻ. സമസ്തദാപരാധം ക്ഷമാസ്വാകിലേശ. മുഖേ മന്ദഹാസം നഗേ ചന്ദ്രഹാസം കരേ ചാരുചക്രം സുരേഷാഭിവന്ദ്യം ഭുജംഗേ ശയനം ഭജേ പത്മനാഭം. ആര്യാമ്പയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അമ്മയുടെ ആത്മാവ് മോക്ഷത്തിലേക്ക് മടങ്ങുന്നത് കണ്ട് ശങ്കരൻ ആ കണ്ണുകൾ തഴുകിയടച്ചു.